നോക്കാം. 1 തൊട്ട് തുടർച്ചയായിട്ടുള്ള കുറച്ച് നാച്ചുറൽ നമ്പറുകൾ കൂട്ടിയപ്പോൾ, കുറച്ച് എണ്ണൽ സംഖ്യകൾ കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് എത്ര എന്ന് ഉത്തരം കിട്ടി? 300 എന്ന ഉത്തരം കിട്ടി. എങ്കിൽ ചോദ്യം, ഈ 1 തൊട്ട് എത്ര വരെ ഉള്ളവരെയാണ് കൂട്ടിയത്? 1 തൊട്ട് എത്ര വരെ ഉള്ളവരെ കൂട്ടിയപ്പോഴാണ് എന്ത് കിട്ടിയത്? 300 കിട്ടിയത്. അഭിരാമി ഒന്ന് എഴുന്നേറ്റ്. ഈ നാച്ചുറൽ നമ്പറിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തോ ഒരു ഇക്വേഷൻ അരിത്തമെറ്റിക് സീക്വൻസ് പഠിക്കുന്നില്ല. 1 + 2 + 3 + etc. + n n + 1 divided by natural number sum. Heading natural numbers. Heading natural numbers. Heading natural numbers. അറിയോ? അണ്ടർലൈൻ ചെയ്തിട്ട് അടുത്ത വരിയിൽ സം ഇസ് ഈക്വൽ ടു എത്രയാണ് സം പറയുന്നത്? 300 300 ബ്രാക്കറ്റിൽ എഴുതണം. which implies എന്തുവായിരുന്നു സം കണ്ടുപിടിക്കാൻ അഭിരാമി ഇപ്പൊ പറഞ്ഞ ഇക്വേഷൻ? n into n plus 1 divided by 2 is equal to ഈ ഇടതുവശത്ത് 2 കൊണ്ട് എന്ത് ചെയ്തേക്കും? ഡിവൈഡ് ചെയ്യും. അപ്പൊ n into n plus 1 is equal to 2 into 300. ആണോ? അപ്പോൾ n into n plus 1 equal 2 into 300 600. ഓക്കെ, ബ്രാക്കറ്റ് ഗുണിക്കുന്നു. പറഞ്ഞാട്ടെ, n into n n സ്ക്വയർ പ്ലസ് n into 1 ഈക്വൽ 600. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? വലതുവശത്ത് കിടക്കുന്ന 600-നെ ഇടതുവശത്ത് കൊണ്ടുപോകണം. അപ്പൊ എന്ത് കിട്ടും? n സ്ക്വയർ പ്ലസ് n മൈനസ് 600 is equal to ഇപ്പോൾ ഇതാരായി മാറി? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ LHS കിടക്കുന്നയാൾ ആരാണ്? ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ LHS കിടക്കുന്നയാൾ ആരാണ്? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ആരാണ്? ഒരു സെക്കൻഡ് ഡിഗ്രി. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഇനി ഫാക്ടറൈസേഷൻ ചെയ്യണം. അത് നമ്മൾ ചെയ്യട്ടെ. n സ്ക്വയർ പ്ലസ് n മൈനസ് 600 is equal to സാധാരണ എഴുതുന്നതിൽ നിന്ന് ഒരല്പം മാറ്റം വരുത്തി എഴുതണം. സാധാരണ നിങ്ങൾ എഴുതുന്ന വലതുവശത്തെ ആദ്യത്തെ ആളാരാ? വലതുവശത്തെ ആദ്യത്തെ ആള്. സാധാരണ നിങ്ങൾ എഴുതുന്ന വലതുവശത്തെ ആദ്യത്തെ ആള് x സ്ക്വയർ. അത് ഇവിടെ എഴുതുമ്പോൾ എന്ത് എഴുതണം? n സ്ക്വയർ പ്ലസ് a പ്ലസ് b ഇൻറ്റു n പ്ലസ് ab. ഇത് രണ്ടും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്യും. അപ്പൊ പറഞ്ഞാണെ a പ്ലസ് b ഈക്വൽ 1, ab ഈക്വൽ കൂട്ടുമ്പോൾ ഒന്നും കിട്ടണം. അതേ രണ്ട് നമ്പർ തമ്മിൽ ഗുണിക്കുമ്പോ മൈനസ് 600 കിട്ടണം. മൈനസ് 600 ഏതെന്നെ അടുത്തടുത്ത നമ്പരാണ് മനസ്സിലായി. എങ്ങനെയല്ലേ കൂട്ടുമ്പോൾ എത്ര കിട്ടും? ഒരാൾ പ്ലസ് ഒരാൾ മൈനസ് ആയിരിക്കും. പെട്ടെന്ന് ആലോചിക്കുന്ന നമ്പർ കിട്ടുന്നുണ്ടോ? കൂട്ടുമ്പോൾ ഒന്നെന്നും ഗുണിക്കുമ്പോൾ മൈനസ് 600 കിട്ടുന്ന പോലെ നമ്പർ ഉണ്ടോ? ഏതെങ്കിലും നമ്പർ പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വരുന്നുണ്ടോ?
മൈനസ് 30 ഇരുപത് കൂട്ടിയാൽ വ്യത്യാസം 10 അല്ലേ വരത്തുള്ളൂ. കൂട്ടിയപ്പോൾ എത്ര കിട്ടിയത്? 1 ഇങ്ങനെയുള്ള കണക്ക് ചെയ്യാനല്ലേ കഴിഞ്ഞ ദിവസം വേറെ മൊതൽ വിളിച്ചത്. എന്താ ഇക്വേഷൻ? എഴുതുക a മൈനസ് b the whole square is equal to a plus b the whole square minus 4ab. ആണോ? എത്ര കൊടുത്താട്ടെ? a minus b the whole square is equal to 1 square minus 4 into minus 600. 1 സ്ക്വയർ 1 മൈനസ് 4 ഗുണം മൈനസ് 600. ആദ്യം 600 ഗുണിക്കാം. 6 4 24 2000. പക്ഷെ ചിഹ്നം അപ്പൊ ഇത് 1 പ്ലസ് 2400 ആവും. കൂട്ടുമ്പോൾ ഉത്തരം എന്ത് വരും? 2401. ആണോ? അടുത്ത സ്റ്റെപ്പ് ഇത് a മൈനസ് b is equal to root of 2401. നമ്മൾ ഒന്നാമത്തെ കണക്ക് ചെയ്തപ്പോൾ പ്ലസ് ഓർ മൈനസ് ഒക്കെ എടുത്താണ് ചെയ്തത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി പ്ലസ് വാല്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം തന്നെയാണ് മൈനസ് വാല്യൂവിന് കിട്ടുന്നത്. 2401 റൂട്ട് എത്രയാണ്? 49. 40 നോക്കിച്ച് നോക്കിയ 49 × 49 എത്ര? ആണോ? അങ്ങനെ മുഴുവനോട്ട് മുടിക്കണമെന്നില്ല. 49 × 49 എത്ര? 2500. അപ്പൊ 49. ഇവിടെ വരെ സംശയം ഇല്ല. അപ്പൊ ഇനി ഏതൊക്കെ ഇക്വേഷൻ എടുത്തായിരുന്നു നമ്മൾ കമ്പയർ ചെയ്യുന്നു? a plus b equal 1 ഇക്വേഷൻ നമ്പർ 1, a minus b equal 49 ഇക്വേഷൻ നമ്പർ. എന്തായാലും ചെയ്യുന്ന പരിപാടി ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യും. അപ്പൊ 1 plus 2 implies എയും എയും കൂടെ കൂട്ടിയാൽ 2a പ്ലസ് ബിയും മൈനസ് ബിയും കൂടെ കൂട്ടിയാൽ 0. 1 49 കൂടെ കൂട്ടിയാൽ 50. 2a വില 50 ആണെങ്കിൽ എയുടെ വില 50/2. എയുടെ വില 20. ആരെ കിട്ടി? എ കിട്ടി. എ കിട്ടിയാൽ ബി കണ്ടുപിടിക്കാനുള്ള മാർഗം ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൊടുക്കാം. എഴുതുക. Put a equal 25. Put a equal 25 in equation number 1. Put a equal 25 in equation number 1. Equation number 1 implies 25 plus b equal b equal 1 minus 25. അപ്പോൾ b equal അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ നമ്പറുകൾ? 25ഉം -24. ശരിയാണോ? ഈ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിൽ കുറയ്ക്കും. 25 24 കുറച്ചാൽ 1 വലുതിൻ്റെ ചിഹ്നം പ്ലസ്. കൂട്ടുമ്പോൾ +1 കിട്ടുന്നുണ്ടല്ലോ. ഇത് രണ്ടും സൈഡോട്ട് മാറ്റി ഗുണിച്ച് 25 × 24 25 × 24 സൈഡോട്ട് മാറ്റി ഗുണിച്ച് 600 കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്.
എല്ലാവർക്കും ആ 600 ഇതിനു മുമ്പ് കണ്ടായിരുന്നോ? ഇവിടെ കണ്ടായിരുന്നു. ആ എയും ബിയും കൂടെ ഗുണിക്കുമ്പോ അല്ല മൈനസ് 600 അല്ലേ വരല്ലേ? മൈനസ് വരൂ. ഒരാള് പ്ലസും ഒരാള് മൈനസും ഗുണിക്കുമ്പോൾ ഉത്തരം എന്ത് വരും? അപ്പൊ നമ്മുടെ പോളിനോമിയൽ അങ്ങോട്ട് എടുത്തെഴുതുന്നു. n സ്ക്വയർ പ്ലസ് n മൈനസ് 600 is equal to is equal to n plus 25 into n minus 24. ആണോ? ആണോ? അതിന് ബാക്കി പറഞ്ഞാണ്. ബാക്കി n സ്ക്വയർ പ്ലസ് n മൈനസ് 600 ഈക്വൽ 0 എന്നല്ലേ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നേ? ആണോടെ? അപ്പൊ വിച്ച് ഇംപ്ലൈസ് n plus 25 into n minus 24 is equal to 0. ആണോ? ആണോ? ഇത് രണ്ടുകൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 0 വരണമെങ്കിൽ ഒന്നെങ്കിൽ n plus 25ന്റെ വില 0 വരണം, അല്ലെങ്കിൽ n minus 24ന്റെ വില എന്ത് വരണം? 0 വരണം. അപ്പൊ n ഈക്വൽ ഈ 25 അപ്പുറത്തോട്ടെ മൈനസ് 25 ഇതിന്റെ വില. അപ്പൊ ഇവിടെ വരുമ്പോ n ഈക്വൽ ഓക്കെ ഈ പ്രോബ്ലത്തിൽ ആരെയാണ് എന്നെന്ന് വിളിച്ചത്? ഈ പ്രോബ്ലത്തിൽ നമ്മൾ ആരെയാണ് എന്നെന്ന് വിളിച്ചത്? ആരെ വിളിച്ചില്ല? ഇത് വിളിക്കാതെ ചെയ്തത് അതുമല്ല. n into n plus 1 divided by 2 equal 300 എന്നിടത്തല്ലേ ഞങ്ങൾ കണക്ക് ചെയ്തത്. അതിൽ n ആരാണെന്നാണ് എൻ്റെ ചോദ്യം. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് n. അപ്പൊ എന്നാ അവസാനത്തെ നാച്ചുറൽ നമ്പർ. അവസാനത്തെ ആ നാച്ചുറൽ നമ്പറിന്റെ വിലയാണ് മൈനസ് 24 എന്നും 25 എന്നും 24 എന്നും കിട്ടിയിരിക്കും. നിങ്ങളുടെ അഭിപ്രായം? 24 എടുക്കും? ഏതെടുക്കത്തില്ല? അപ്പൊ എഴുതുക n ഈക്വൽ മൈനസ് 25 n equal minus 25 is not acceptable. Therefore അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വില എന്നിന്റെ വില 20. അപ്പോൾ 1 മുതൽ എത്ര വരെയുള്ള നാച്ചുറൽ നമ്പർ ആഡ് ചെയ്തപ്പോഴാണ് 24 വരെയുള്ള നാച്ചുറൽ നമ്പറുകൾ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ആൻസർ എത്ര എന്ന് കിട്ടുന്നത്? 300. ശരിയാണ്. സമ്മ വിളിക്കാനുള്ള ഇക്വേഷൻ എന്ത് വരും? n plus 1 divided by 2 അല്ലേ സമ്മ വിളിക്കാനുള്ള ഇക്വേഷൻ. ഇതിലെ എന്നിന് പകരം എത്ര കൊടുക്കുക? 24. 24 into 24 plus 1 25/2. 24 2 കൂടെ വെട്ടിക്കളഞ്ഞാൽ 25 into 12 എത്ര എഴുതി നോക്കി? 25 into 12 എത്ര എഴുതി നോക്കി? എത്ര എഴുതി നോക്കിക്ക്? 300. ആ 300 ഇതിനു മുമ്പ് കണ്ടായിരുന്നു. ആ 300 ആണ് അതെന്ന് പറയുന്നത് സം. ഓക്കെ, ഓൾ സ്റ്റാൻഡ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. കേൾക്കണേ? ചോദ്യം ഇങ്ങനെയാണ്.
നിങ്ങൾക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ട് അല്ലേ? ഏതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ? x സ്ക്വയർ മൈനസ് 2x മൈനസ് 1. അവർ പറയുന്നത് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് നിങ്ങൾ വരയ്ക്കുന്നു എന്ന് വിചാരിക്കും. എന്ത് വരയ്ക്കുന്നു എന്ന് വിചാരിക്കാം? അത് നമ്മൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ പോളിനോമിയലുമായി ബന്ധപ്പെട്ട് 2 ചാപ്റ്റർ പഠിച്ചായിരുന്നു. ഒരു പാഠത്തിന്റെ പേര് പോളിനോമിയൽസ്, രണ്ടാമത്തെ പാഠത്തിന്റെ പേര് പോളിനോമിയൽ പിക്ചേഴ്സ്. പോളിനോമിയൽ, ഒരു പോളിനോമിയൽ തന്നിട്ട് അതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഒന്നാമത്തെ കോളത്തിൽ എക്സ് എന്നും രണ്ടാമത്തെ കോളത്തിൽ പി ഓഫ് എക്സ് എന്നും ഒക്കെ എഴുതിയിട്ട് എക്സിന് പകരം ഒരു 3 നെഗറ്റീവ് വില കൊടുക്കും. ഒരു സെക്കൻഡ്, നമ്മൾ പറഞ്ഞത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട്. ആരെ തന്നിട്ടുണ്ട്? അവർ പറയുന്നത് നമ്മൾ ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ എന്ത് വരച്ചു എന്ന് വിചാരിക്കുക. കീർത്തനെ ഗ്രാഫ് വരച്ചു എന്ന് വിചാരിക്കാം. എന്ത് വരച്ചു എന്ന് വിചാരിക്കാം? എങ്ങനെയാണ് വരയ്ക്കുന്നത്? എക്സിന് നമ്മൾ കുറച്ച് നെഗറ്റീവ് വില കൊടുക്കുന്നു, എക്സിന് നമ്മൾ 0 കൊടുക്കുന്നു, എക്സിന് നമ്മൾ കുറച്ച് പോസിറ്റീവ് വില കൊടുക്കും. ഇത് കൊടുക്കുമ്പോൾ എന്നോട് അവിടെ കൊടുക്കുമ്പോൾ ഈ പോളിനോമിയൽ എന്ത് കിട്ടും? ഒരു വില കിട്ടും. എക്സിന് കൊടുത്ത വിലയും പി ഓഫ് എക്സിന് കിട്ടിയ വിലയും കൂടെ വെച്ച് നമ്മൾ എന്ത് വയ്ക്കും? ഒരു പോയിന്റ് ആക്കി അടയാളപ്പെടുത്തും. എന്താ അടയാളപ്പെടുത്തും? അടയാളപ്പെടുത്തും. എന്തോ ഒരു പോയിന്റ് ആയിട്ട് പറയും. ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടയാളപ്പെടുത്തും. എന്നിട്ട് ഈ പോയിന്റുകളെല്ലാം കൂടി അടയാളപ്പെടുത്തി യോജിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആ പോളിനോമിയലിന്റെ എന്ത് കിട്ടുന്നത്? ഗ്രാഫ് കിട്ടുന്നത്. ആ പോളിനോമിയൽ എന്ത് കിട്ടുന്നത്? ഗ്രാഫ് കിട്ടുന്നത്. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ ഗ്രാഫ് ആരെ എന്തോ ഒരു സെക്കൻഡ്, അപ്പൊ നമ്മള് ഈ പോളിനോമിയലിന്റെ എന്ത് വരച്ചു എന്ന് വിചാരിക്കാം? ഗ്രാഫ് എന്ത് വരച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അവർ പറയുന്നത് ആ ഗ്രാഫ് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യും. എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന കടന്നു പോകുന്നു എന്നതിനാണോ ക്രോസ് ചെയ്യുന്നത്? അല്ല, പിന്നെ ഈ പോളിനോമിയലിന്റെ ഗ്രാഫ് വരച്ചാൽ അത് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യും എന്ന് പറഞ്ഞ അർത്ഥം ആ ഗ്രാഫ് എക്സ് ആക്സിസിനെ മുറിച്ച് കടക്കും. മുറിച്ച് കട്ട് ചെയ്തുകൊണ്ട് കടന്നു പോകും. കട്ട് ചെയ്തുകൊണ്ട് ആ പോയിന്റ് ഏതാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ആ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കും. ചോദ്യം മനസ്സിലായല്ലോ? ഒന്നുകൂടെ, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ആ പോളിനോമിയലിന്റെ കൃഷ്ണാഞ്ജലി എന്ത് വരയ്ക്കുന്നു? ഗ്രാഫ് വരയ്ക്കുന്നു. അങ്ങനെ വരയ്ക്കുന്ന ഗ്രാഫ് എക്സ് ആക്സിസിനെ മുറിച്ച് കടക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ആ മുറിച്ച് കടക്കുന്ന പോയിന്റിന്റെ എന്ത് കണ്ടുപിടിക്കണം? ആ പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടുന്ന് അല്ല കണ്ടുപിടിക്കുന്നത്, ഇവിടുന്ന് കണ്ടുപിടിക്കുന്നത്. ആ പോയിന്റ് ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിന്റ് ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇനി പറയുന്ന ഒരു പക്ഷേ നിങ്ങൾ ചിലർക്ക് ചിലപ്പോൾ ഇപ്പോൾ ഡൈജസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് ജോമെട്രി ആൻഡ് ഓൾജിബ്ര പഠിച്ചു കഴിയുമ്പോൾ അല്ല നമ്മൾ കോർഡിനേറ്റ് പഠിച്ചാൽ അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ എനിക്ക് ആദ്യം തന്നിരിക്കുന്ന പോളിനോമിയലിനെ പി ഓഫ് എക്സ് എന്ന് വിളിക്കുക. തന്നിരിക്കുന്ന പോളിനോമിയലിനെ എന്ത് വിളിക്കുക? പി ഓഫ് എക്സ്. തന്നിരിക്കുന്ന പോളിനോമിയലിനെ എന്ത് വിളിക്കുക? പി ഓഫ് എക്സ്. ഇനി അടുത്ത വരിയിൽ കോഓർഡിനേറ്റ് ഓഫ് ദി പോയിന്റ്
കോഓർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് അറ്റ് വിച്ച് the graph cross the x-axis is equal to x0 is equal to x0. അതെങ്ങനെയാണ് ഈ x0 വന്നത്? എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റിന്റെ കോർഡിനേറ്റ് നമ്മൾ എടുത്താലും അതിന്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും? അപ്പൊ നമ്മൾ ആ പോയിന്റ് എന്തായിട്ട് എടുത്തു? x0 ആയിട്ട് എടുത്തു. എന്തെടുത്തു എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും കൂടി എങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്യാൻ പറ്റും? പോളിനോമിയലും കടന്നു പോകുന്ന പോയിന്റായ x0യും കൂടി എങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്യാൻ പറ്റും? ലിങ്ക് ചെയ്താലേ ആൻസർ ആവത്തുള്ളൂ. എങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്യാൻ പറ്റും? അറിയാമെങ്കിൽ അറിയാം, അറിയാമെങ്കിൽ അറിയാമില്ല. മൃഗസ്ഥലം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അറിയത്തില്ല. സംഗതി എഴുത്തറിയും. ഈ പോളിനോമിയലിനകത്തിലെ എക്സിന് പകരം എക്സ് ഒന്ന് തന്നെ എക്സിന് പകരം അപ്പൊ വേറൊരു പറഞ്ഞ എക്സ് എന്ത് ചെയ്യണ്ട, മാറ്റണ്ട. എന്നിട്ടാണ് ഈ പോളിനോമിയലിനകത്തൊരു പി ഓഫ് എക്സ് ഇവിടെ പോയില്ലോ, അതിന് പകരം എന്ത് കൊടുക്കണം? 0. ഒന്നുകൂടെ, ഈ പോളിനോമിയലിനകത്തിലെ എക്സിന് പകരം പോളിനോമിയലിലെ എക്സിന് പകരം എന്ത് കൊടുക്കുക? എക്സ് എന്ന് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ എന്ത് മാറ്റണ്ട? എക്സ് മാറ്റണ്ട. ഈ കിടക്കുന്ന പി ഓഫ് എക്സിന് പകരം എന്ത് കൊടുക്കണം? 0. അപ്പൊ ഈ രണ്ടാമത് കിടക്കുന്ന വില ആരുടെ വിലയാണ്? പി ഓഫ് എക്സിന്റെ വിലയാണ്. ആരുടെ വിലയാണ് എന്ന് പറഞ്ഞാൽ ഈ പോളിനോമിയലിനകത്തിൽ എക്സിന് പകരം എക്സ് എന്ന് തന്നെ വില കൊടുത്താൽ കിട്ടുന്ന പി ഓഫ് എക്സിന്റെ വിലയാണ് ആരെന്ന് പറയുന്നത്? 0. ആരാണ്? സപ്പോസ് ഇതിന് പകരം 1 എന്നായിരുന്നെങ്കിലും പി ഓഫ് എക്സിന് പകരം നമ്മൾ എത്ര എഴുതി വെച്ചേനെ? പി ഓഫ് 1 എന്നല്ല, പി ഓഫ് എക്സിന്റെ സ്ഥാനത്തോട്ട് എത്ര എഴുതി വെക്കും? 1 എന്ന് എഴുതി വെക്കും. ഇവിടെ 5 എന്നായിരുന്നെങ്കിലും പി ഓഫ് എക്സിന്റെ സ്ഥാനത്തോട്ട് എത്ര എഴുതി വെക്കും? 5 എന്ന് എഴുതി വെക്കും. അപ്പൊ എഴുതുക which implies 0 is equal to x square minus 2x minus 1. ആണോ? പി ഓഫ് എക്സിന് വരുന്നിട്ട് വെച്ചു 0. തിരിച്ചൊന്ന് എഴുതിക്കേ. x square minus 2x minus 1 is equal to ഇതാരാണ്? ഒരു സെക്കൻഡ് ഡിഗ്രി. ഇതാരാണ്? ഒരു സെക്കൻഡ് ഡിഗ്രി. അതിന്റെ ഇടതുവശത്ത് കിടക്കുന്ന ആളാണ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. അപ്പൊ ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? ഫാക്ടറൈസേഷൻ നടത്തണം. അപ്പൊ നമ്മൾ എടുത്ത് എഴുതുക x square minus 2x minus 1 is equal to എന്താണ് നമ്മൾ എഴുതുന്നത്? is equal to x square plus a plus b into x plus a. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ എ പ്ലസ് ബിയുടെ വില -2, എ ബിയുടെ വില -1. സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അർത്ഥം ഈ രണ്ട് നമ്പരും കൂടി ആഡ് ചെയ്യുമ്പോൾ -2, ഈ രണ്ട് നമ്പരും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ഏതെങ്കിലും നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ? കൂട്ടുമ്പോൾ -2 എന്ന് കിട്ടണം, ഗുണിക്കുമ്പോൾ -1 കൂട്ടുമ്പോൾ -2, ഗുണിക്കുമ്പോൾ -1. ഓഫീസറുടെ ബാഗിനകത്ത് നമ്പർ എഴുതുക. അങ്ങനെ വല്ല നമ്പർ ഉണ്ടോ?
ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 1 വരണമെങ്കിൽ ഒരേ ഒരു നമ്പരേ ഉള്ളൂ, 1. പക്ഷെ അത് കൂട്ടിയാൽ -2 വരും. -1 -1നോടാണ് കൂട്ടുന്നതെങ്കിൽ -2 വരും. പക്ഷെ അത് രണ്ടോടെ ഗുണിച്ചാൽ ഉത്തരം -1 അല്ല +1 ആണ് വരുന്നത്. അപ്പം നമ്മൾ ഇതുവരെ ആലോചിച്ച രീതിയിൽ ആലോചിച്ചാൽ എന്ത് കിട്ടത്തില്ല, ആൻസർ കിട്ടത്തില്ല. അപ്പം നമ്മൾ വേറുള്ളത് a minus b the whole square is equal to a plus b the whole square minus 4ab. -2 in the square minus 4 into -2 in the square 4 into -1 അപ്പോൾ 4 minus -4 equal 4 plus 4 4 plus 4 8. ഇനി അടുത്തത് അങ്ങനെയാണെങ്കിൽ a minus b യുടെ വില എന്തോ വരും? √8. നമ്മൾ ഒരുപാട് കണക്ക് ചെയ്തിട്ടുണ്ട്. √8 എത്രയെന്നറിയാമോ? √8 എത്രയെന്നറിയാമോ? അറിയത്തില്ല. 8നെ ഫാക്ടറൈസേഷൻ നടത്തുക. 2 4 8 2 2. So √8 is equal to റൂട്ടിനകത്ത് 2 into 2 into 2. 2 2-നകത്തിൽ നിന്ന് ഒരു 2നെ പുറത്തെടുക്കുന്നു, പിന്നുള്ളത് റൂട്ടിനകത്ത്. So the answer is 2√2. ഓക്കെ. ഇനി ഏത് 2 ഇക്വേഷൻ എടുത്തിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്? പറഞ്ഞാണേ. a plus b equal -2. a plus b equal -2. a minus b equal 2√2 എടുത്ത് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. സോൾവ് ചെയ്യും. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ് എയും കൂടെ കൂട്ടിയാൽ പ്ലസ് ബിയും മൈനസ് ബിയും കൂടെ കൂട്ടിയാൽ റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെയാണ്? -2 പ്ലസ് 2√2. ഇത് ആരുടെ വിലയാ? 2a യുടെ വില. അപ്പൊ ഇവിടെ a എങ്ങനെ കണ്ടുപിടിക്കും? a ഈക്വൽ -2 plus 2√2 the whole divided by ഈ ഇവർക്ക് 2 പേർക്ക് അവകാശപ്പെട്ട 2 അല്ലേ? നമ്മളെത്തി ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 2 ഇവർക്ക് 2 പേർക്ക് അവകാശപ്പെട്ടതല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ടേം ബൈ ടേം ആയിട്ട് ഡിവൈഡ് ചെയ്യും. ടേം ബൈ ടേം ആയിട്ട്. അപ്പൊ a is equal to -2/2 പ്ലസ് 2√2/2. 2 2 വെട്ടിപ്പോയി, ഇവിടുന്ന് 2 2 വെട്ടിപ്പോയി. അപ്പൊ a ഈക്വൽ -1 പ്ലസ് √2. -1 പ്ലസ് √2. ഒരു ഭംഗി വരാൻ വേണ്ടി വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. a ഈക്വൽ √2 -1. ഓക്കെ. a കിട്ടി. ഇനി എങ്ങനെ b കണ്ടുപിടിക്കും? ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൊടുക്കാം. അപ്പൊ എഴുതുക put a is equal to √2 -1. put a is equal to √2 -1 in equation number 1. equation number 1 implies പറഞ്ഞേ √2 -1 അതാണ് a യുടെ വില പ്ലസ് b is equal to -2. ആണോ? അപ്പൊ നമുക്ക് b യുടെ വിലയല്ലേ വേണ്ടത്? b ഈക്വൽ -2. ഇവരെ ഓരോരുത്തരെയായിട്ട് നമ്മൾ അപ്പുറത്തോട്ട് പോകുക. ഈ √2 റൈറ്റിൽ പോകുമ്പോൾ -√2. ഈ -1 റൈറ്റിൽ പോകുമ്പോൾ +1. അപ്പൊ
ബി ഈക്വൽ -2 + 1 -2 + 1 പരീക്ഷണത്തിൽ എഴുതിയായിരുന്നു -2 എപ്പോഴാണ് ഇപ്പോഴത്തെ സമയമല്ലേ ഇപ്പോഴത്തെ എഴുതിയോ നമ്മൾ എഴുതി -2 850 -2 + 1 -2 കൂടി ഒന്നുകൂടെ കൂട്ടിയാൽ -1 അപ്പൊ -1 -1 -42 അപ്പൊ 6 വില കിട്ടി, എയുടെ വിലയും കിട്ടി, ബിയുടെ വിലയും കിട്ടി. ഓക്കെ, നമ്മുടെ പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വരുന്നു. പറഞ്ഞേ x² - 2x - 1 ആണല്ലോ നമ്മുടെ പോളിനോമിയൽ. ഇനി എന്റെ ഫാക്ടർ എഴുതാൻ പറഞ്ഞേ. ഇതാണ് ഒരു വില, ഇതാണ് രണ്ടാമത്തെ. ഇതൊരു പോസിറ്റീവ് നമ്പർ. ഇങ്ങനെ മനസ്സിലായി? പോസിറ്റീവ് നമ്പർ. √2 ന്റെ വില എത്ര? √2 ന്റെ വില 1.414. ഓക്കെ, അതിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പൊ 0.414 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ അല്ലേ? അപ്പൊ ഇത് സപ്പോസ് എയുടെ വില 5 ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഫാക്ടർ എഴുതുന്നത്? എക്സ് പ്ലസ് അത്രേ ഉള്ളൂ. അപ്പോ എക്സ് പ്ലസ് √2 - 1. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും ഒരു നെഗറ്റീവ് നമ്പറാണ്. നിങ്ങൾ മനസ്സിലായി? ഇത് -1, ഇത് -√2. രണ്ടുപേരും മൈനസ് ആണെങ്കിൽ കൂട്ടി എഴുതി അതേ ചിഹ്നമല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഇത് പൂർണ്ണമായിട്ട് ഒരു മൈനസ് നമ്പറാണ്. ഫോർ എക്സാമ്പിൾ ഇത് -5 ആയിരുന്നു വിചാരിക്കും. നിങ്ങൾ എങ്ങനെയാ ഫാക്ടർ എഴുതുന്നത്? അപ്പൊ എക്സ് -1 -√2. രണ്ട് ഫാക്ടർ എഴുതിയത് നമ്മൾ കിട്ടിയോ? രണ്ട് ഫാക്ടർ എഴുതിയത് നമ്മൾ കിട്ടിയോ? നമ്മുടെ അവസാന സ്റ്റെപ്പിലേക്ക് പോകുന്നു. x² - 2x - 1 ഈക്വൽ എന്താ നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്? 0. ഈ ഇടതുവശത്ത് കിടക്കുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് പകരം ഇനി നിങ്ങൾ ആരെ എഴുതും? ഈ കിടക്കുന്ന രണ്ടുപേരും എഴുതി നോക്കും. പറയട്ടെ. എക്സ് പ്ലസ് √2 - 1 ഇൻറ്റു എക്സ് -1 -√2 ഈസ് ഈക്വൽ ടു 0. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 0 വരണമെങ്കിൽ ഒന്നുകിൽ ആദ്യത്തെ ആൾ എന്തായിരിക്കണം? 0. അതായത് എക്സ് പ്ലസ് √2 - 1 വില എന്തായിരിക്കണം? ഓർ അല്ലെങ്കിൽ എക്സ് -1 -√2 വില എന്ത് പറയണം? 0. അപ്പൊ ഈ ആദ്യത്തെ ആളിന്റെ വില കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ അവിടെ കണ്ട് പേടിക്കൊന്നും വേണ്ട. ഈ √2 റൈറ്റിൽ പോകുമ്പോൾ -√2, ഈ -1 റൈറ്റിൽ പോകുമ്പോൾ അപ്പോൾ വൃത്തിയായിട്ട് എഴുതിയാൽ എക്സ് ഈക്വൽ 1 -√2. എക്സ് ഈക്വൽ ഓക്കെ. രണ്ടാമത്തെ ആളിന്റെ വില എഴുതുന്നു. എക്സ് ഈക്വൽ വളരെ ശ്രദ്ധിച്ചെഴുതണം. എക്സ് ഈക്വൽ അല്ല, ഈ മൈനസ് ആദ്യം ഒന്ന് അകത്തോട് കൂടിക്കണം. എക്സ് -1 പ്ലസ് 1 -√2 പ്ലസ് √2 ഈസ് ഈക്വൽ ടു. ഈ മൈനസ് ബ്രാക്കറ്റിനകത്തോട്ട് ഓപ്പറേറ്റ് ചെയ്താണ്. അപ്പൊ -1 ആരായിട്ട് മാറും? +1 ആയി. -√2 ആരായിട്ട് മാറി? +√2. അപ്പോൾ എക്സ് ഈക്വൽ +1 അപ്പുറത്ത് പോട്ടെ, -1 +√2 അപ്പുറത്ത് പോട്ടെ, -√2. അപ്പൊ എക്സിന്റെ വില കിട്ടിയോ? ഈ എക്സ് ആരാണ്? എല്ലാം പോയി.
നമ്മുടെ ഗ്രാഫ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എഴുതുക കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ്, കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ്, കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് at which the graph cross the x-axis, the graph cross the x-axis equal equal 1 minus root 2, 0. രണ്ടാമത്തെ പോയിന്റ് -1 minus root 2, 0. നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 204. ഉണ്ടോ? ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫാണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ഗ്രാഫ് എക്സ് ആക്സിസിനെ രണ്ട് പോയിന്റുകൾ കട്ട് ചെയ്യുന്നുണ്ടോ? ആ കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടുപിടിച്ചത്. അതിന്റെ ഓൾജിബ്രിക് മെത്തേഡാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന്റെ ഗ്രാഫിക്കൽ മെത്തേഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ കാര്യം കിട്ടിയോ? ഇനി അടുത്ത സെക്ഷൻ പഠിച്ചു കഴിയുമ്പോൾ ഇത്രയും മെനക്കെടുക്കാതെ ഈ സൊല്യൂഷൻ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാം. അത് യഥാർത്ഥത്തിൽ പണ്ടത്തെ പുസ്തകത്തിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനകത്തിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അതവിടെ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് പഠിച്ചു അറിയാമോ? ഈ പാഠത്തിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച പരിപാടിയില്ല. അത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും. അത്രയും കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ അത് ആദ്യമേ പഠിപ്പിക്കാൻ നടക്കത്തില്ല. കാരണം അത് പുസ്തകത്തിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. പക്ഷെ പുസ്തകം പഠിച്ചു കഴിഞ്ഞപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങളോട് മെത്തേഡിന്റെ പേര് പറയുന്നില്ല. നിങ്ങൾക്ക് അപ്പം ഏത് മെത്തേഡാണോ എളുപ്പം ആ മെത്തേഡിൽ എന്ത് ചെയ്യാം. മെത്തേഡിന്റെ പേര് പറഞ്ഞാൽ മാത്രമേ ആ മെത്തേഡിൽ കണക്കിയോ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഏത് മെത്തേഡാണോ എളുപ്പം ആ മെത്തേഡിൽ എന്ത് ചെയ്തോണം, കണക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ അടുത്ത വ്യാഴാഴ്ച ക്ലാസ് ആവുമ്പോൾ ഏത് ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓൺലൈൻ മനസ്സിലായോ? മനസ്സിലായി സാർ.